നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫുട്ബോൾ തുടങ്ങാൻ ഒരൊറ്റ ദിവസം മാത്രമാണ് ബാക്കി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കുന്ന ഒരു കാര്യം, ഇതിപ്പം അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായിട്ടാണ് കളി നടക്കുന്നത്. മിക്കവാറും ഒക്കെ കളികൾ രാത്രിയാണല്ലോ, ഇതിപ്പോൾ ഉറക്കമൊക്കെ പോകുമല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ് നമ്മൾ. അപ്പോൾ എന്തായാലും നമുക്ക് പക്ഷേ പ്രധാനപ്പെട്ട ഇഷ്ടപ്പെട്ട ടീമുകളുടെ കളി കാണാതിരിക്കാനും പറ്റില്ല. അത് വളരെ നിർബന്ധമാണ്. ഇനിയിപ്പോൾ ഉറക്കം പോയാലും ശരി, നമ്മൾ പുലർച്ചെ ആണെങ്കിലും അർദ്ധരാത്രി ആണെങ്കിലും നമ്മളത് കാണുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു എളുപ്പ വഴി, കുറച്ചും കൂടി നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് പ്രധാനപ്പെട്ട ടീമുകളുടെ കളികൾ ഏതൊക്കെ സമയത്താണെന്നൊന്ന് നോക്കാം. അത് ഇന്നത്തെ മനോരമ പത്രത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് മറ്റ് ആളുകൾക്ക്, അത് കാണാത്തവർക്ക് കൂടി വേണ്ടി അതൊന്ന് പറയാം. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ അർജൻറ്റീനയുടെ കളികൾ എപ്പോഴൊക്കെയാണ് എന്ന് നോക്കാം. ജൂൺ 17 അർജൻറ്റീനയുടെ ആദ്യത്തെ കളി. അത് 6:30 രാവിലെ 6:30 കളി. അൾജീരിയയുമായിട്ടാണ് കളി. രണ്ടാമത്തെ കളി ജൂൺ 22 അത് രാത്രി 10:30 ഓസ്ട്രിയയായിട്ട്. അതും വലിയ കുഴപ്പമില്ലാത്തൊരു സമയമാണ്. ജൂൺ 28 മൂന്നാമത്തെ കളി. അത് രാവിലെ 7:30 ജോർദാനുമായിട്ട്. അപ്പോൾ അർജൻറ്റീനയുടെ കളികളൊന്നും അത്ര ബുദ്ധിമുട്ടുള്ള കളികളല്ല. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് അത്ര ചിന്തിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇനി ബ്രസീലിൻ്റെ കളി. ബ്രസീലിൻ്റെ ആദ്യത്തെ കളി ജൂൺ 14 രാവിലെ 3:30 പുലർച്ചെ 3:30. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. മൊറോക്കോ ആയിട്ടാണ്. അത് ഗംഭീര കളിയായിരിക്കും. മൊറോക്കോ ആയിട്ടാണ്. പിന്നെ അടുത്തത് ജൂൺ 20 രാവിലെ 6:30. അത് തെറ്റില്ല, ആ സമയം വലിയ കുഴപ്പമില്ല. ഹെയ്ത്തിയുമായിട്ടാണ് കളി. ഇനി ജൂൺ 25 വീണ്ടും പുലർച്ചെ 3:30. അതും ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ ബ്രസീൽ ആരാധകരെ നമുക്ക് ഈ കളി കണ്ടേ പറ്റുള്ളൂ. സ്കോട്ട്ലൻഡുമായിട്ടാണ് കളി. അപ്പോൾ സ്കോട്ട്ലൻഡുമായിട്ടുള്ള കളി പുലർച്ചെ 3:30. ഇനി പോർച്ചുഗൽ, നമ്മുടെ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോർച്ചുഗൽ. അതെങ്ങനെയാണ് നമുക്ക് കാണാതിരിക്കാൻ പറ്റുക? നമ്മൾ കണ്ടല്ലേ പറ്റുള്ളൂ. പോർച്ചുഗലിൻ്റെ കളി കണ്ടേ പറ്റുള്ളൂ. അപ്പം പോർച്ചുഗലിൻ്റെ കളി എപ്പോഴാണ്? ജൂൺ 17 രാത്രി 10:30 ആദ്യത്തെ കളി. അത് കുഴപ്പമില്ല. കോങ്കോയുമായിട്ടാണ്. ഇനി അടുത്തത് ജൂൺ 23 വീണ്ടും 10:30 രാത്രി. അതും കുഴപ്പമില്ലാത്ത സമയമാണ്. ഉസ്ബെക്കിസ്ഥാനുമായിട്ടാണ് കളി. ഇനി ജൂൺ 28 പുലർച്ചെ 5 അത് ഇത്തിരി പ്രശ്നമുള്ള സമയമാണ്. പക്ഷേ എന്നാലും നമുക്കത് അത്ര ബുദ്ധിമുട്ടല്ല. കൊളംബിയയായിട്ടാണ് കളി. അപ്പോൾ അതങ്ങനെയാണ് ഈ പോർച്ചുഗലിൻ്റെ. ഇനി ഫ്രാൻസ് നോക്കൂ. ഫ്രാൻസിൻ്റെ കളികളാണ് ഇനിയിപ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട്. ഫ്രാൻസിൻ്റെ കളി നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? കിലിയൻ എംബപ്പയുടെ കളി. അപ്പോൾ നമുക്കത് കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ ജൂൺ 17 സെനഗലുമായിട്ട് രാവിലെ പുലർച്ചെ 12:30. ജൂൺ 23 ഇറാഖുമായിട്ട് പുലർച്ചെ 2:30. കൂടുതൽ ബുദ്ധിമുട്ടുള്ള സമയങ്ങളാണ്. ജൂൺ 27 വീണ്ടും പുലർച്ചെ 2:30 നോർവേയായിട്ട്. അതാണ് ഫ്രാൻസിൻ്റെ കളി. ഫ്രാൻസിൻ്റെ കളികളെല്ലാം നല്ല അർദ്ധരാത്രി തന്നെയാണ്. ഇനി നെതർലൻഡ്സിൻ്റെ കളി. നെതർലൻഡ്സിൻ്റെയൊക്കെ കളി കാണാതിരിക്കാൻ പറ്റില്ല. നമുക്ക് കാപ്കോൻ്റെയൊക്കെ കളി കണ്ടേ പറ്റുള്ളൂ. അപ്പോൾ അത് ആദ്യത്തെ കളി ജൂൺ 15 പുലർച്ചെ 1:30 ജപ്പാനുമായിട്ടാണ്. രണ്ടാമത്തെ കളി ജൂൺ 20 രാത്രി 10:30. അത് തെറ്റില്ല, അത് നല്ല സമയമാണ്. സ്വീഡനുമായിട്ടുള്ളൊരു സമയമാണ്. പിന്നെ ജൂൺ 26 പുലർച്ചെ 4:30. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ടുണീഷ്യയായിട്ടാണ് കളി. ഇനിയിപ്പോൾ ജർമ്മനിയുടെയോ? ജർമ്മനി, നമുക്ക് കുറേ കാലമായിട്ട് ജർമ്മനി സൈലൻ്റാണ്. 2014 ചാമ്പ്യന്മാരായതിനു ശേഷം അവർ നല്ല കളി കളിച്ചിട്ടില്ല. അപ്പോൾ ഇത്തവണ നമുക്ക് ജർമ്മനിയുടെ കളി എന്തായാലും കണ്ടേ മതിയാകുള്ളൂ. അവരുടെ ആദ്യത്തെ കളി ജൂൺ 14 രാത്രി 10:30 കളി. ക്യുറസോവുമായിട്ടാണ് കളി. ജൂൺ 21 പുലർച്ചെ 1:30. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഐവറി കോസ്റ്റുമായിട്ടാണ് കളി. ജൂൺ 26 വീണ്ടും 1:30 ഇക്വഡോറുമായിട്ടാണ് കളി. പക്ഷെ നമുക്ക് ജർമ്മനിയുടെ കളികൾ കാണാതിരിക്കാൻ പറ്റില്ല. ഇനി ഇംഗ്ലണ്ട്. ഈ ലോകകപ്പ് ജയിക്കാൻ സാധ്യതയുള്ള ആദ്യത്തെ 4 ടീമുകളിലോ ഒന്നായിട്ട് പ്രവചിക്കപ്പെട്ടിട്ടുള്ള ടീമാണ് ഇംഗ്ലണ്ട്. ഇംഗ്ലണ്ടിൻ്റെ കളികൾ കാണണ്ടേ? അപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കളി പിന്നെ ജൂൺ 18 പുലർച്ചെ 1:30 രാത്രി ക്രൊയേഷ്യയായിട്ടാണ്. അത് ഗംഭീര കളിയായിരിക്കും. ക്രൊയേഷ്യ അതിഗംഭീര ടീമാണ്. ഇനി ജൂൺ 24 വീണ്ടും 1:30 ഘാനയുമായിട്ട്. അതും ഗംഭീര കളി. ഇംഗ്ലണ്ടിന് നല്ല ബുദ്ധിമുട്ടുള്ള ആദ്യത്തെ 2 കളികളാണ്. നല്ല ഗംഭീര ടീമുകളാണ്. ഇനി അടുത്ത അവരുടെ മൂന്നാമത്തെ കളി ജൂൺ 28 അത് പുലർച്ചെ 2:30. നല്ല ബുദ്ധിമുട്ടുള്ള സമയമാണ്. പനാമയായിട്ടാണ് കളി. അത് കുറേ കൂടി ദുർബലരാണ് പനാമ. ഇനി സ്പെയിൻ. ഈ ലോകകപ്പ് ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെട്ടുള്ള ടീമാണ് സ്പെയിൻ. സ്പെയിനിൻ്റെ കളികൾ എങ്ങനെയൊക്കെയാണ്? ജൂൺ 15 രാത്രി 9:30. അത് വളരെ മാന്യമായൊരു സമയമാണ്. കേപ്പ് വെർഡിയുമായിട്ടാണ് കളി. അപ്പോൾ അത് മാന്യമായിട്ടുള്ളൊരു സമയമാണ്. ജൂൺ 21 വീണ്ടും 9:30 രാത്രി.
രാത്രി 9:30 തന്നെയാണ്. അപ്പോൾ അതും വലിയ ബുദ്ധിമുട്ടില്ല. അത് സൗദി അറേബ്യ ആയിട്ടാണ്. അതും വലിയ പിന്നെ സ്പെയിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കളിയൊന്നുമല്ല. പക്ഷേ എല്ലാ ടീമുകളും ഇതിൽ വരുന്ന 48 ടീമുകളും ലോകകപ്പ് പങ്കെടുക്കുന്ന 48 ടീമുകളും ഗംഭീര ടീമുകളായതുകൊണ്ട് ആരും വില കുറച്ച് കാണരുത്. ഇനി ജൂൺ 27 രാവിലെ 5:30 പുലർച്ചെ 5:30 അത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള സമയമൊന്നുമല്ല. യുറുഗ്വേയുമായിട്ടാണ്. അതൊരു ഗംഭീര കളിയായിരിക്കും. സ്പെയിൻ യുറുഗ്വേ ഒരു സംശയം വേണ്ട, ഗംഭീര കളികളായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, നെതർലൻഡ്സ്, ജർമ്മനി, ഇംഗ്ലണ്ട്, സ്പെയിൻ ഇങ്ങനെ 9 ടീമുകളുടെ കാര്യങ്ങളാണ് പറഞ്ഞത്. ഈ 9 ടീമുകളുടെയും കളികൾ നമ്മൾ എല്ലാ കളിയും കാണണം. എങ്കിലും പ്രധാനപ്പെട്ട ഈ 9 ടീമുകളുടെ മാത്രം പറഞ്ഞു എന്നേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ലോകകപ്പ് ആസ്വദിക്കാൻ കഴിയട്ടെ.